ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ കൂടെ എന്ന് വെച്ചാൽ വില്ലേജ് കണ്ടുപിടിക്കുക, ബ്രീഡുകൾ ഉണ്ടാക്കുക, അത് രണ്ടുമാണ്. അപ്പോൾ നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയാണ് ഗായ്സ്. വില്ലേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗായ്സ്. പോണ വഴിയാണെങ്കിൽ നൈറ്റ് പോയി അറിയാതെ ഞാൻ എൻ്റർമാൻ്റെ കണ്ണിൽ നോക്കി. അവസാനം തന്നെ അവൻ കൊല്ലുകയും ചെയ്ത്. ഇനി എൻ്റെ ലൂട്ടും വില്ലേജും കണ്ടുപിടിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗായ്സ്. അപ്പോൾ നമ്മൾ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. രണ്ട് വില്ലേജ് തന്നെ ബോട്ടിലാക്കണം. ഫസ്റ്റത്തെ തന്നെ ബോട്ടിലാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ ആൾ, രണ്ടാമത്തെ ആൾ, അപ്പോൾ രണ്ടുപേരെയും നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇവരെ പൂട്ടിയിടാം, വേറെ ഒരു മോബ് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി. ബ്രീഡർ ഹാളിൻ്റെ പണി അങ്ങോട്ട് തുടങ്ങിയേക്കാം. ഞാൻ ചെയ്ത് പകുതിയായപ്പോഴാണ് വീഡിയോ ഓൺ ആക്കാൻ മറന്നുപോയ കാര്യം നോക്കിയത്. ഒരു വാട്ടർ ബക്കറ്റ് ഒഴിക്കുക, അതിൻ്റെ 4 വശത്തോട്ടും 4 ബ്ലോക്ക് വെച്ച് ടെൽറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചുറ്റിനും ഗ്ലാസ് ഇടുക. അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ബ്രീഡർ ഹാളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നിട്ട് താഴത്തെ 3 ബ്ലോക്ക് ഗ്ലാസ് പൊട്ടിച്ച് മാറ്റുക. എന്നിട്ട് അതിൻ്റെ ഇടയിലോട്ട് 3 ബ്ലോക്ക് കൂടി താത്തുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ബ്ലോക്ക് താത്തിയാലും കുഴപ്പമില്ല, ഇവർക്ക് ഡാമേജ് ഇട്ടരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ വന്ന് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാക്കാം. അത് ഞാൻ കൂടി ചെയ്തിട്ടുണ്ട് ഗൈസ്. അത് നിങ്ങളുടെ വീഡിയോ പോലെ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും വില്ലേജർ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഈ വില്ലേജർ നമ്മൾ വെച്ചിരിക്കുന്ന ബെഡിലോട്ട് ലിങ്ക് ആകും. അതുകൊണ്ട് ഫാം അങ്ങനെ വർക്കാകില്ല. വില്ലേജ് തന്നെ വെച്ചുള്ള ഫാമൊക്കെ 100 ബ്ലോക്ക് ഗ്യാപ്പിലേ ഉണ്ടാക്കാവുള്ളൂ. എന്നാലേ അത് നല്ല എഫിഷ്യൻസ് ആയിട്ട് വർക്കാവുള്ളൂ. നിങ്ങൾക്ക് എത്ര വില്ലേജറിനാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള ബെഡ് വെച്ചിരിക്കാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് 10 ബെഡ് വെക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ 10 ബെഡ് വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. 10 ബെഡ് വെക്കുകയും ചെയ്ത് അതിന് ചുറ്റിനുള്ള ഭാഗം ഞാൻ കവറും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മോബും ഇതിലോട്ട് കയറിയില്ല. അപ്പോൾ നമുക്കിവിടെ വില്ലേജർ ഇച്ചിരി കൂടി സേഫ് ആയിരിക്കും. ഫാമിൻ്റെ ബേസിക് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ പൊട്ടറ്റ വലുതായ വില്ലേജർ ബ്രീഡാനും തുടങ്ങിക്കോളൂ. അപ്പോൾ നമ്മുടെ വില്ലേജറിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചേമ്പറിലോട്ട് അവർ വന്ന് വീണോളൂ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യണം ഗൈസ്. ഒരു വീഡിയോക്കും കമൻറ്റ് ഇല്ല.